എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. എന്തായാലും നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മുഹൂർത്തം തന്നെയാണല്ലോ അനിരുദ്ധും സുമിത്രയും തമ്മിൽ ഒരുമിക്കുന്നത്. ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അവർ തമ്മിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സത്യ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനിരുദ്ധിനെ മനസ്സിലാക്കുകയാണ്. പക്ഷെ അനിരുദ്ധ ആദ്യമൊന്നും സത്യയുടെ വഴിക്കേ വരുന്നില്ല കേട്ടോ. അനിരുദ്ധ പല കാര്യങ്ങളും പറയുകയാണ്. ഇത്രയും കാലം എൻ്റെ അച്ഛൻ ഞങ്ങൾ മക്കൾ എവിടെയാണെന്നോ ഞങ്ങളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നോ പോലും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. എന്നിട്ടിപ്പം വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആരെങ്കിലും നോക്കണമെന്ന് വിചാരിച്ചിട്ടാണോ അച്ഛൻ തിരികെ വന്നത്? അങ്കിളെ, എന്തായാലും അങ്കിളിന് അച്ഛനെ നോക്കാനായിട്ട് പറ്റില്ലെങ്കിൽ മറ്റാരെയെങ്കിലും നിർത്തണം. അല്ലാതെ ഒരു മകനാണ്, മകന്റെ കടമകൾ ഞാൻ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്കിൾ ഒരു കാരണവശാലും എൻ്റെ പിന്നാലെ ഇനി വരണ്ട. എനിക്ക് എൻ്റെ അച്ഛനോട് തീരെയും താല്പര്യമില്ല എന്ന് നമ്മുടെ സത്യയുടെ മുഖത്ത് നോക്കി അനിരുദ്ധ് പറയുമ്പോഴത്തേക്കിനും സത്യത പഠിച്ച പണി 18 നോക്കി. ഇനി ഒരേ ഒരു കാര്യം മാത്രമേ സത്യക്ക് ചെയ്യാനുള്ളൂ. സിദ്ധാർത്ഥിന് വാക്കു കൊടുത്തു പോയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനിരുദ്ധിനെ വീട്ടിൽ എത്തിച്ചേ പറ്റുള്ളൂ. മോനെ, അച്ഛന്റെ കൂടെ തന്നെയാണ് നിന്റെ അനുജത്തി ഉള്ളത്. നിനക്ക് നിന്റെ അച്ഛനെ വേണ്ടായിരിക്കും, പക്ഷേ നിന്റെ സ്വന്തം ചോരയല്ലേ ശീതള്. ശീതളിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം നീ ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? അച്ഛനോടൊപ്പം അച്ഛനെ പരിചരിച്ചാണ് അവൾ ആ വീട്ടിൽ കഴിയുന്നത്. അതുകൊണ്ട് സച്ചിൻ വന്നു, കഴിഞ്ഞ ദിവസം വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നും നീ അതിൽ ഇടപെട്ടില്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ ഭാവി അവതാളത്തിലാകുമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അപ്പം ഇതെല്ലാം കേൾക്കുമ്പം അനിരുദ്ധാണെങ്കിൽ അനന്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക കേട്ടോ. എന്തായാലും ശീതളിനെ തള്ളിക്കളയാൻ പറ്റില്ല. തന്റെ അമ്മയോ ജീവിച്ചിരിപ്പില്ല. അച്ഛനോടൊപ്പം ചേർന്നിട്ട് ശീതളിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനു വേണ്ടിയെങ്കിലും നിനക്ക് ആ വീട്ടിലേക്ക് വന്നുകൂടെ? നിന്റെ അച്ഛന്റെ വയ്യായ്കം എല്ലാം കണക്കാക്കിയിട്ടെങ്കിലും നീ ഒന്ന് വാ മോനെ എന്ന് പറയുമ്പം ആ ഡയലോഗിൽ നമ്മുടെ അനിരുദ്ധ് വീഴുകയാണ്. എന്തായാലും അങ്കിളെ, ഞാൻ ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ വരാം. പക്ഷേ അതെൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അച്ഛനെ ഇനി ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള കാര്യം പറയുക. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ വന്ന് കണ്ട് സുമിത്രയെ കൂടി അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ മനസ്സ് മാറുമെന്ന് സത്യക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ അനിരുദ്ധിനെ ആ വഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അനിരുദ്ധ് തയ്യാറായത് കൊണ്ട് തന്നെ എന്നാ മോനെ നമുക്ക് ഇപ്പം തന്നെ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ അങ്കിളെ ഇപ്പം തന്നെ പോവാന്നും പറഞ്ഞ് അവര് വണ്ടിയിൽ കയറി പോരുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സിദ്ധുവിന് ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ വന്നായിരുന്നല്ലോ. അപ്പൊ ആശാൻ നമ്മുടെ സുമിത്രയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു കള്ള നാടകം തന്നെയാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിദ്ധു ആണെങ്കിലും വേദന കൊണ്ട് പുളയുന്നതായിട്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ശീതള ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുകയാണ്. അപ്പൊ സരസ്വതി അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോൻ എന്തോ വയ്യായ്കയുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഇവനെ ആശുപത്രി കൊണ്ടുപോകണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം സിദ്ധു പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്, അയാൾ ഇങ്ങോട്ട് വരും, അയാൾ വന്നതിന് ശേഷം തീരുമാനിക്കാം ആശുപത്രിയിൽ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പം സുമിത്രയാണെങ്കിലോ സിദ്ധുവിന് കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇയാൾക്കിത് എന്ത് പറ്റിയതാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ വളരെ വിഷമിച്ച് നമ്മുടെ സരസ്വതി അമ്മ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, മോനെ അമ്മ പറയുന്നത് നീ ഒന്ന് കേക്ക്. അമ്മയ്ക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ശരണ്യാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് എവിടെയൊക്കെയാണ്. അവളുടെ ഒരു വിവരവും ഇല്ല. എനിക്ക് എൻ്റെ മോൻ മാത്രമല്ലേ ഉള്ളൂ. ഈ വയസ്സാം കാലത്ത് എൻ്റെ മകൻ എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സുമിത്ര, നീ ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണ്ട, നമുക്ക് ഇവനുമായിട്ട് ആശുപത്രി പോവാന്ന് പറയുമ്പം നമ്മുടെ സത്യം അങ്ങോട്ട് വരികയാണ്. അപ്പം അനിരുദ്ധാണെങ്കിൽ മടിച്ചാട്ടോ വരുന്നത് തന്നെ. അപ്പം അനിയാണെങ്കിൽ അകത്തോട്ട് വരാൻ കൂട്ടാക്കാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സത്യം പറയുകയാണ്, ഞാൻ പോയി സാറിനെ കണ്ട് സംസാരിക്കാം, സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുമ്പം എന്നാ ആയിക്കോട്ടെ അങ്കിളെ, ഞാനിവിടെ നിൽക്കാമെന്നും പറഞ്ഞ് അവൻ ആ ഒരു വാതിൽക്കൽ നിൽക്കുകയാണ്. അപ്പം ഈ സമയത്ത് സത്യയെ കാണുമ്പോഴത്തേക്കിനും സത്യ നീ വന്നോന്നും ചോദിച്ച് നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ ഭയങ്കര ആഹ്ലാദ പ്രകടനം. അപ്പം ഈ സിദ്ധുവിന് ഇത് എന്ത് പറ്റി, ഇത്രയും നേരം വയ്യാതിരുന്നതാണല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ച് സുമിത്രയും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇയാളിത് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഓർത്ത്. അപ്പം സിദ്ധാർത്ഥിന്റെ മുഖത്തെ സന്തോഷം കാണുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ നെഞ്ചുവേദനയൊക്കെ മാറിയോ? നിനക്കിത് എന്ത് പറ്റി? ഇത്രയും നേരം നീ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അമ്മേ, അതൊക്കെ ഉണ്ട്. എന്തായാലും നീ കൂടെ കൊണ്ടുവന്ന ആളെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറയാണ് സിദ്ധു. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സുമിത്ര ദാ മുറ്റത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ വീട്ടുപടിക്കൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ നിൽക്കുന്നു. ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്നതാണ് അനിരുദ്ധിനെ. അപ്പോൾ ദാ അനി അവിടെ നിൽക്കുന്ന കാണുമ്പോൾ സുമിത്ര ഇത് തൻ്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ സുമിത്ര തൻ്റെ മകനെ വിളിക്കുകയാണ്. മോനെ അനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പം
അനിരുദ്ധ് തൻ്റെ അമ്മയെ കാണുകയാണ്, തൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കുകയാണ്. അപ്പം അമ്മയെന്ന് വിളിച്ച് അനിരുദ്ധ് ഓടി ഇങ്ങോട്ട് അടുത്തേക്ക് വരിക. അപ്പം ഇത് കണ്ടിട്ടാണ് നമ്മുടെ സിധുവിന് ഭയങ്കര ആഹ്ലാദം. സിധു ഇത്രയും കാലവും ചെയ്ത് കൂട്ടിയ ക്രൂരതകൾക്കെല്ലാം നമ്മുടെ സുമിത്രയ്ക്ക് വേണ്ടി ചെയ്ത ഒരേ ഒരു നന്മയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് മനസ്സറിഞ്ഞ് സന്തോഷിക്കുമ്പം ശീതളും നമ്മുടെ സരസ്വതി അമ്മയൊക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. സിധുവിനെയും അതുപോലെ തന്നെ നമ്മുടെ സുമിത്രയുടെയും ഒക്കെ സന്തോഷം കാണുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയ്ക്ക് വലിയ സന്തോഷമായി കേട്ടോ. അങ്ങനെ അമ്മയും മകനും കൂടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മോനെ അനി നീ എവിടെ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ സുമിത്ര ഇങ്ങനെ മകനോട് തിരക്കുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, അമ്മ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ. എൻ്റെ അമ്മയെ എനിക്ക് കാണാൻ പറ്റിയല്ലോ. എൻ്റെ അമ്മ മരിച്ചുപോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ ഇരുന്നേന്ന് പറയും. ശീതൾ ഈ കാര്യം കേട്ടിട്ട് ശീതള് ഏട്ടനോട് ചോദിക്കുക, അല്ല ഏട്ടാ അമ്മ മരിച്ചുപോയെന്ന് ഏട്ടനോട് ആരാ പറഞ്ഞത്? അപ്പോഴാണ് ഇത്രയും കാലം നമ്മുടെ സുമിത്ര പുന്നാര ആങ്ങളെ താങ്ങി നടന്നല്ലോ, അപ്പം അവൻ ഏറ്റവും വലിയ ഫ്രോഡാണ് എന്നുള്ള സത്യം അനിരുദ്ധിന്റെ നാവിലൂടെ നമ്മുടെ സുമിത്ര അറിയുന്നത്. എന്തായാലും ദീപു അങ്കിളാണ് അമ്മ എന്നോട് ആ ഒരു കള്ളത്തരം പറഞ്ഞത്. ഞാൻ വിദേശത്തുനിന്ന് വന്ന സമയത്ത് കൂടി ദീപു അങ്കിളിനെ പോയി കണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബലി വരെ അർപ്പിച്ചു. ആ സമയത്തും ക്ഷേത്രത്തിൽ ദീപു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ സുമിത്ര ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഇത്രയും കാലം തന്നെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് അമ്പലത്തിൽ വെച്ച് വരെ നമ്മുടെ അനിരുദ്ധിനെ കാണുകയൊക്കെ ചെയ്തു. എന്നിട്ട് പോലും അനിരുദ്ധിന് പിന്നാലെ ഓടിപ്പോയ തന്നെ സ്വപ്നമാണ്, ചേച്ചിക്ക് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കള്ളൻ പിടിച്ചു നിർത്തിയ കാര്യങ്ങൾ ഓരോന്നും ഇവളിങ്ങനെ ആലോചിക്കുമ്പം ശരിയാണ്, തൻ്റെ മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. ദീപുവിന് എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ട് എന്നുള്ള കാര്യം സുമിത്ര മനസ്സിലാക്കുമ്പം അവൻ ഇത്തരം കള്ളത്തരങ്ങളൊക്കെ ചെയ്തെങ്കിൽ സുമിത്രയെ അവനെ വെറുതെ വിടരുതെന്നും പറഞ്ഞ് സരസ്വതി അമ്മയാണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, എന്താണ് വേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ദീപുവിനെ എന്തായാലും പൂട്ടാനുള്ള വഴികളെല്ലാം എനിക്കറിയാമെന്നും പറഞ്ഞ് നിൽക്കുമ്പം നമ്മുടെ ദീപുവിനെ കുറിച്ചിട്ട് സിദ്ധാർത്ഥ ഒരു കാര്യം പറയുകയാണ്, സുമിത്ര എൻ്റെ ശ്രീനിലയെ നഷ്ടപ്പെടാനായിട്ട് പരമശിവത്തിനോടൊപ്പം കളിച്ചത് നിന്റെ ആങ്ങളെയാണ്. പക്ഷേ ഈ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നേന്ന് പറയുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ സുമിത്ര ഓരോ കാര്യങ്ങളും തൻ്റെ സഹോദരനെ കുറിച്ചിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി, നമ്മുടെ പങ്കജിന്റെ ബർത്ത്ഡേ വന്നപ്പം രഞ്ജിതയും പങ്കജും ഒക്കെ കൂടി നിന്ന് സംസാരിച്ചതും പരമശിവുമായിട്ടുള്ള അടുപ്പങ്ങളും എല്ലാ കാര്യങ്ങളും സുമിത്രയുടെ മനസ്സിലൂടെ മിന്നി മറയാണ്. അപ്പം തൻ്റെ കുടുംബത്തെ, തൻ്റെ മക്കളെ, തൻ്റെ ഭർത്താവിനെ എല്ലാവരെയും തമ്മിൽ അകറ്റിയതും എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ളതും തൻ്റെ കൂടപ്പറപ്പാണ് എന്നുള്ള സത്യം ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നുള്ള കാര്യം സുമിത്ര ആലോചിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ദീപു പെടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ പങ്കജാണെങ്കിൽ പങ്കജിന്റെ രീതിയിൽ പൂജയെ വളച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു കനത്ത തിരിച്ചടിയാണ് അനിരുദ്ധ് എന്ന് പറയുന്ന മകന്റെ നാവിൽ നിന്നും വീണ ആ ഒരു സത്യം. ആ സത്യത്തിന് പിന്നാലെ എന്തായാലും സുമിത്ര സഞ്ചരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി സുമിത്രയോട് പൂജ ഒരു കാര്യം പറഞ്ഞതാണ്. അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്താണ് അമ്മയുടെ സുമിത്രാസ് എന്ന് പറയുന്ന സ്ഥാപനം അത് ദീപുങ്കൾ വിറ്റതെന്ന്. പല കാര്യങ്ങളും കൂട്ടി ആലോചിക്കുന്ന സുമിത്രയ്ക്ക് ഒരേ ഒരു ഉത്തരവാ കിട്ടുന്നത്, ദീപു തന്നെ ഇത്രയും വർഷക്കാലം ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്